എനിക്ക് ഈ ടെൻഷൻ്റെ ഇടയിൽ ജീവിക്കാൻ പറ്റില്ല. ചിലപ്പോ അതൊന്നും ആയിരിക്കില്ല. മറ്റേ പറഞ്ഞല്ലേ ഈ കല്യാണത്തെ പറ്റിയൊക്കെ, കല്യാണം കഴിച്ച വേറെ ആരാണോ അവന്റെ വടുക്കത്തൊരു അയ്യോ എടാ ഇപ്പൊ നീ പ്രഗ്നൻസിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല അവരൊന്നിച്ചാണല്ലോ പോണത്. എനിക്ക് തോന്നുന്ന പാർവതി പ്രസവിക്കും വേണ്ടി അവൻ പ്രസവിക്കും. നിന്റെ പ്രകൃതിക്ക് സുഖം. എടാ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടോടാ? ഇന്നലെ രാത്രി നിനക്ക് ഞാൻ ഭയങ്കര കെയറിങ് ആണ്. അല്ല ഉറപ്പായിട്ടും പാർവതി ഞാൻ പറയാം, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവളുടെ ഈ ഉണ്ടക്കണ്ണുകാരനോട് സ്കൂളിലൂടെ വിളിച്ചോണ്ടിരുന്നു. കണ്ണൊക്കെ പേടിച്ചു പോകും നമ്മള്. ഞാൻ വരെ വാടച്ചു. ആണ് മക്കളെ ആണ്. നീ പാവമാണ്, നീ പാവമാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ഇപ്പം നന്ദു എന്ത് പറഞ്ഞാലും എന്താവശ്യപ്പെട്ടാലും നേരത്തെ തന്നെ കണ്ട് ബെറ്റർ അല്ലേ ഈ പ്രസവിക്കുന്ന ഈ ഒരു ടൈമില് ഇങ്ങനെ നോക്കുമ്പോ? ഇപ്പൊ കാർത്തികിന്റെ കൂടെയാണ് വിളിച്ച ഓടി വരും. പറഞ്ഞു പറഞ്ഞു അല്ല വേണ്ട, ഇതൊക്കെ വീട്ടിൽ പോകുമ്പോ ഒരു ഫ്രഞ്ചിൽ തീരാവുന്ന സന്തോഷം. ചെമറിലായിരിക്കും രാത്രി ഇരുട്ടോ. നിന്റെ ചുണ്ട് ഭയങ്കര കട്ടിയാണല്ലോ. അവള് തല പിടിച്ച് വരയ്ക്കും. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഒരുത്തനാണ് നന്ദു. അവൻ രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ ഇന്നിപ്പം കടലക്കറിയുടെ കാര്യം പറഞ്ഞ് ഇവിടെ നിന്ന് വിളി വന്നു, മനസ്സിലായി, അല്ലെങ്കിൽ കടയിൽ നിന്ന് വിളി വരും. എന്നിട്ട് ഉറങ്ങണ വരെ ഇവ